ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ബറോസ് വന്നിട്ടും യാതൊരു കുലുക്കവും ഇല്ലാതെയാണ് മാർക്കോയുടെ കുതിപ്പ് എന്ന് തന്നെ പറയാം. അങ്ങനെ നോക്കുമ്പോൾ ബറോസും മാർക്കോയും തമ്മിലുള്ള കുറച്ച് താരതമ്യങ്ങളും നമുക്ക് ഇവിടെ എടുത്തു പറയാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്തു തരികയും ചെയ്യണം എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിക്കുകയും കൂടിയാണ്. മാർക്കോ വന്നിരിക്കുന്നത് 18+ മൂവി ആയിട്ടാണ്. പക്ഷേ ഇവിടെ ബറോസ് വന്നിരിക്കുന്നത് 18- എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് ബറോസ് എത്തിയിരിക്കുന്നത്. മാർക്കോ 18 വയസ്സിന് മുകളിലുള്ള മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സിനിമ. പൂർണ്ണമായും ഒരു ആക്ഷൻ വയലൻസ് ഉള്ള ചിത്രമാണ് മാർക്കോ എങ്കിൽ ഇത് സമാധാനത്തിൻ്റെ പുസ്തകം എന്ന് വേണമെങ്കിൽ ഒരു ക്രിസ്മസ് കാലത്ത് ഏറ്റവും നല്ല സന്ദേശത്തോടെ ആ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന സമാധാനം മാത്രം കാണുന്ന കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന സിനിമയാണ് ബറോസ് എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ രണ്ട് സിനിമകളുടെയും വ്യത്യാസം ഇതാണ്. ഇനിയും സിനിമകളുടെ ഓരോ അപ്ഡേറ്റിലേക്ക് നമുക്ക് കടന്നു വരാം. സിനിമ ഇതുവരെ നേടിയ ഇന്നത്തെ കളക്ഷൻ, അതായത് മാർക്കോ ഇറങ്ങി 6 ദിവസങ്ങൾ പിന്നിടുന്നു, ബറോസ് ഇന്ന് റിലീസായിട്ടേ ഉള്ളൂ. ഇന്നത്തെ കളക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ബറോസ് ഇതിനോടകം 455 ഷോകളിൽ നിന്ന് 1,26,00,000 രൂപയാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതേസമയത്ത് മാർക്കോയ്ക്ക് വന്നിരിക്കുന്നത് 944 ഷോകളിൽ നിന്ന് 1.74 കോടിയാണ് എന്നുള്ള കണക്കുകളാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത്. ഇതിനിടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു 1,13,000 മുകളിലുള്ള ജനങ്ങൾ മാർക്കോ കണ്ടപ്പോൾ 68,000-ഓളം ജനങ്ങളാണ് ബറോസ് കാണുന്നത്. പിന്നെ ഓരോ മണിക്കൂറും എത്ര ടിക്കറ്റുകൾ വിറ്റ് പോകുന്നുണ്ടെന്ന് നോക്കാം. അവിടെ മാർക്കോ വിറ്റ് പോകുന്നത് 3.96K, അതായത് 3,960, 4,000-അടുത്തുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറും ബറോസിൻ്റെതായി വിറ്റ് പോകുന്നത്. ഇന്ന് റിലീസുള്ള പടമാണ്. ഇതിനോടകം തന്നെ നല്ല ഒരു സിനിമ എന്ന പേരും ഒക്കെ വന്നു. ഇവിടെ നമുക്ക് 6-ാം ദിവസം ഓടുന്ന മാർക്കോയ്ക്ക് 5,730, അതായത് ഏകദേശം 6,000-ഓളം ടിക്കറ്റുകളാണ്, 5.73K ആണ് ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത്. ഇനി ബുക്ക് മൈ ഷോയിൽ റേറ്റിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ ബറോസിന് ലഭിച്ചിരിക്കുന്നത് 7.4 ആണ് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ മാർക്കോയ്ക്ക് 8.9 ഔട്ട് ഓഫ് 10 ആണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഹൗസ്ഫുൾ ഷോസ് എടുത്തു കഴിഞ്ഞാലും ഇതുവരെ ട്രാക്കേഴ്സ് പുറത്ത് വിട്ടിരിക്കുന്നത് മാർക്കോയ്ക്ക് 12ഓളം ഹൗസ്ഫുൾ ഷോസും അതേപോലെ തന്നെ ബറോസിന് 4ഓളം ഹൗസ്ഫുൾ ഷോസുമാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും വ്യത്യസ്ത ജോണറുകൾ, രണ്ട് അറ്റം, അതായത് ഇരുട്ടും പകലും പോലെ തന്നെ വ്യത്യാസമുള്ള സിനിമകളാണ്. രണ്ടിൻ്റെയും ഒരേപോലെയുള്ള കാര്യങ്ങൾ, മേക്കിംഗ് ക്വാളിറ്റി അതിഗംഭീരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ട് വരുന്ന മോഹൻലാലിൻ്റെ ആദ്യ സംവിധാന സംരംഭം അത് മികച്ചതായി തന്നെ നിൽക്കുന്നു. സിനിമയ്ക്ക് ചെറിയ ഒരു ലാഗും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ കാര്യം. ഒരു ഫാൻ ബേസിലേക്ക് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സിനിമയ്ക്ക് അങ്ങനെയുള്ള ന്യൂനതകൾ കാണുന്നത്. ബാക്കി മേക്കിങ്ങും VFXും 3Dയും എല്ലാം തന്നെ മികച്ചു തന്നെ നിൽക്കുന്നു. അഭിനയം അതിഗംഭീരം. മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യങ്ങളും ഇല്ല എന്ന് നമുക്കറിയാം. ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു സിനിമയിൽ ഇതുവരെ മലയാള സിനിമ അല്ല, ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് വലിയ കഥകൾ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് അന്യായ ഗംഭീരം എന്ന് തന്നെ പറയാം. ഇന്ത്യൻ സിനിമകളിൽ ഇത്രത്തോളം മികച്ച രീതിയിൽ ഒരു മേക്കിംഗ് നമ്മൾ ഇങ്ങനെ ഒരു ജോണറിൽ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ണി മുകുന്ദൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനം തന്നെയാണ്. അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ആക്ഷൻ ഹീറോ, മമ്മൂട്ടി മോഹൻലാലൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു ആക്ഷൻ ഹീറോ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ശേഷം നമുക്കൊരു ആക്ഷൻ ഹീറോയെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആ ഒരു പുതിയ ജനറേഷനിൽ ഒരു ആക്ഷൻ ഹീറോയെ വാർത്തെടുക്കുന്നു എന്ന് തന്നെ പറയാം. അതുമാത്രമല്ല പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഉണ്ണി മുകുന്ദൻ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ നിന്ന് കാണാനുള്ളത്. എന്താണേലും ചോരക്കളിയും അപ്പുറത്ത് സമാധാനത്തിൻ്റെ പുസ്തകവുമായി ഏറ്റുമുട്ടുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ബറോസ് വന്നിട്ടും, അതായത് ടയർ 1 നായകനാണ് മോഹൻലാൽ, ആ ഒരു നായകൻ്റെ സിനിമ വന്നിട്ടും ടയർ 3 ലെവലിലൊക്കെ നിൽക്കുന്ന ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് സിനിമ രണ്ടും മികച്ച രീതിയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കളക്ഷൻ കാണുമ്പോഴും ഒപ്പം അഭിപ്രായത്തിൻ്റെ കാര്യത്തിലും നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. രണ്ട് ജോണറും രണ്ടും അതാത് ജോണറുകളിലെ മികച്ച സിനിമയുമായി മാറുന്നു. മലയാള സിനിമയുടെ ഏറ്റവും വലിയൊരു അഭിമാന മുഹൂർത്തമാകും മോഹൻലാൽ നായകനായി എത്തിയ ബറോസ് എന്ന ചിത്രം. കാരണം ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റഫ് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ മാർക്കോയും അതേപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മലയാള സിനിമയ്ക്ക് ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു ഇന്ത്യൻ സിനിമയിൽ, വേൾഡ് സിനിമയിൽ ഈ ഒരു ചിത്രം. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. ഒരു കാര്യം കൂടെ അപ്ഡേറ്റ് ചെയ്യാം, രണ്ട് ജോണറിൽ വരുന്നതാണ്. അത് പലർക്കും ഇഷ്ടമാകാം, പലർക്കും ഇഷ്ടമാകാതെയും ഇരിക്കാം. ബ്ലഡും കാര്യങ്ങളും അല്ലെങ്കിൽ അമ്മാതിരി വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാർക്കോ ഇഷ്ടപ്പെടുമെങ്കിൽ അത് ഇഷ്ടപ്പെടാത്തവർക്ക് മാർക്കോ ഇഷ്ടമാകില്ല. അതേപോലെ തന്നെ ബറോസ് പോലെയുള്ള ചിത്രം കുട്ടികളുടെ മനസ്സോടെ കുട്ടികൾക്ക് വേണ്ടി കാണാൻ ഉള്ള സിനിമയായിട്ട് പോകുന്നവർക്ക് അത് ഭയങ്കരമായി ഇഷ്ടമാവുമെങ്കിലും വലിയ രീതിയിൽ ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിച്ച് പോകുന്നവർക്ക് അത് ഇഷ്ടമാകില്ല എന്നും പറയാം. എന്തായാലും അത് അവനവൻ്റെ യുക്തിക്കനുസരിച്ചും അവനവൻ്റെ ഇഷ്ടത്തിൻ്റെയൊക്കെ ബേസ് ആയിരിക്കും. എന്തായാലും രണ്ട് സിനിമകളും മികച്ച് തന്നെ പോകുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.